ചില ആളുകളുണ്ട്, അവരുടെ സൃഷ്ടികളേക്കാൾ ഒരുപക്ഷേ വലുത് അവരുടെ ജീവിതം തന്നെയായിരിക്കും. അവരുടെ ഒരു പേഴ്സണാലിറ്റി, അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ കല. അങ്ങനെ ഒരാളായിരുന്നു ഓസ്കർ വൈൽഡ്. അദ്ദേഹത്തിന്റെ കഥ ഒരു വലിയ ട്രാജഡിയാണ്, ശരിയാണ്. പക്ഷേ ആ ബുദ്ധിയും ആ ധൈര്യമൊക്കെ ഉണ്ടല്ലോ, അതിന്നും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അപ്പോൾ സ്റ്റീഫൻ ഫ്രൈയുടെ വാക്കുകളിലൂടെ നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ആദ്യമായിട്ട് അമേരിക്കയിൽ കാലുകുത്തുകയാണ്. അവിടുത്തെ കസ്റ്റംസ് ഓഫീസർ ചോദിക്കുന്നു, ഡിക്ലെയർ ചെയ്യാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന്. അതിന് കിട്ടിയ മറുപടിയാണ് ഇത്. ഈ ഒരൊറ്റ വാചകം മതിയായിരുന്നു ഓസ്കാർ വൈൽഡ് ആരാണെന്നും എന്താണെന്നും ലോകത്തിന് മനസ്സിലാക്കാൻ. ആത്മവിശ്വാസവും കുറച്ച് അഹങ്കാരവും ഒക്കെ ചേർന്ന ആ ഒരു അസാധാരണ ജീവിതകഥയുടെ തുടക്കം ഏകദേശം ഇങ്ങനെയായിരുന്നു. നമുക്കിന്ന് ഓസ്കാർ വൈൽഡിനെ അറിയാവുന്നത് ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ പോലുള്ള അദ്ദേഹത്തിന്റെ കിടിലൻ പുസ്തകങ്ങളിലൂടെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊക്കെ വരുന്നതിനും എത്രയോ മുൻപ് ലണ്ടനിലെ പാർട്ടികളിലും തെരുവുകളിലുമൊക്കെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, സംസാരത്തിലെ ആ ഒരു മൂർച്ച, നിലപാടുകളിലെ ധൈര്യം, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം വെറുതെ ഒന്ന് നടന്നാൽ പോലും അതൊരു വലിയ സംഭവമായിരുന്നു. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഒരു വശത്ത് കറുപ്പും വെളുപ്പും മാത്രമുള്ള, എപ്പോഴും ഗൗരവഭാവത്തിൽ നിയമങ്ങളുടെ ചട്ടക്കൂടിൽ ജീവിക്കുന്ന വിക്ടോറിയൻ സമൂഹം. മറുവശത്തോ നിറങ്ങളും ചിരിയും കവിതയുമായിട്ട് ഒരു ചിത്രശലഭത്തെപ്പോലെ പാറി നടന്ന ഓസ്കാർ വൈൽഡ്. ആ ഇരുണ്ട ലോകത്ത് അദ്ദേഹം ശരിക്കും ഒരു വെളിച്ചം തന്നെയായിരുന്നു. വൈൽഡിന്റെ ആ ഒരു ബുദ്ധിവൈഭവം വെറും സദസ്സുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ഓക്സ്ഫഡ് പഠനകാലത്ത് നടന്ന ഒരു സംഭവം കേട്ടാൽ നമുക്കത് ശരിക്കും മനസ്സിലാകും. അതും എവിടെയാണെന്നോ, വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു എക്സാം ഹാളിൽ വെച്ച് നടന്ന ഒരു കാര്യമാണിത്. സംഭവം ഇതാണ്: പരീക്ഷയ്ക്ക് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ളൊരു ഭാഗം ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ കൊടുത്തു. സമയം കഴിഞ്ഞപ്പോൾ ഇൻവിജിലേറ്റർ പേപ്പർ വാങ്ങാനായി വന്നു. അപ്പോഴാണ് വൈൽഡ് മറുപടി പറയുന്നത്. ആലോചിച്ചു നോക്കൂ, ആ എക്സാം ഹാളിലിരുന്നിട്ട് പോലും കഥയുടെ അവസാനം എന്താകുമെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. ആളുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഇത്രയധികം ആകൃഷ്ടരായതെന്ന് ഈ ഒരൊറ്റ സംഭവം നമുക്ക് കാണിച്ചു തരും, അല്ലേ? ആ ചിരിയുടെയും ബുദ്ധിയുടെയും ലോകത്തുനിന്ന് കഥ പതിയെ ഗതി മാറുകയാണ്. വൈൽഡിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി മാറിയ ആ ബന്ധത്തിലേക്ക്, അദ്ദേഹത്തിന്റെ പതനത്തിനു തന്നെ കാരണമായ ആ പ്രണയത്തിലേക്ക്. ഇനി വരാൻ പോകുന്ന ആ വലിയ ദുരന്തത്തിലെ പ്രധാനപ്പെട്ട 3 പേരെ നമുക്ക് പരിചയപ്പെടാം. അതിസുന്ദരനായ യുവകവി ലോർഡ് ആൽഫ്രഡ് ഡഗ്ലസ്, അദ്ദേഹത്തെ ഒരു ആരാധനയോടെ പ്രണയിച്ച ഓസ്കാർ വൈൽഡ്. പിന്നെ ആ ബന്ധത്തെ ഏതറ്റം വരെയും പോയി എതിർക്കുന്ന വളരെ അക്രമാസക്തനായ ഡഗ്ലസിന്റെ അച്ഛൻ മാർക്കസ് ഓഫ് ക്വീൻസ്ബറി. എല്ലാ ദുരന്തങ്ങളുടെയും തുടക്കം ഇവിടെയായിരുന്നു. വൈൽഡിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു സംഭവമല്ല, ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. ആഴത്തിലുള്ള പ്രണയത്തിൽ തുടങ്ങി, അത് പിന്നെ പരസ്യമായ ഭീഷണികളിലേക്ക് വളർന്നു. ഒടുവിൽ ആ വിനാശകരമായ വിചാരണയിലേക്ക് കാര്യങ്ങളെത്തിച്ച ഒരു ദുരന്തയാത്ര. തന്റെ കാമുകനായ ലോർഡ് ആൽഫ്രഡിന്റെ നിരന്തരമായ നിർബന്ധത്തിനു വഴങ്ങി വൈൽഡ് ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റു ചെയ്തു. മാർക്വസ് ഓഫ് ക്വീൻസ്ബറിക്കെതിരെ മാനനഷ്ടത്തിന് ഒരു കേസ് കൊടുത്തു. പക്ഷേ അതൊരു കെണിയായിരുന്നു എന്ന് വൈൽഡ് അറിഞ്ഞില്ല. ഇതായിരുന്നു ക്വീൻസ്ബറി വൈൽഡിനു വെച്ച ആ കുറിപ്പിലെ വാചകം. അക്ഷരത്തെറ്റോടെ എഴുതിയ സോഡമൈറ്റ്, അതായത് സ്വവർഗാനുരാഗി. അന്ന് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ അതൊരു വെറും ആരോപണമല്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഈ ഒരൊറ്റ കുറിപ്പാണ് വൈൽഡിന്റെ ജീവിതം തകർത്ത ആ കോടതി വ്യവഹാരത്തിന് തിരികൊളുത്തിയത്. ആ വിചാരണ എങ്ങനെയാണ് വൈൽഡിന് തിരിച്ചടിയായതെന്ന് നോക്കൂ. ക്വീൻസ്ബറിയുടെ വക്കീലന്മാർ വൈൽഡിന്റെ സ്വകാര്യ ജീവിതം ഒന്നൊന്നായി കോടതിയിൽ വലിച്ചിഴച്ചു. പല സാക്ഷികളെ കൊണ്ടും വൈൽഡിനെതിരെ മൊഴി പറയിച്ചു. സ്വന്തം കേസിൽ വാദിയായി കോടതിയിൽ കയറിയ വൈൽഡ് ദിവസങ്ങൾക്കുള്ളിൽ അതേ കോടതിയിൽ ഒരു പ്രതിയായി മാറി. ഒടുവിൽ ആ കോടതി മുറിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേട്ടുനോക്കൂ. കേട്ടാ തോന്നില്ല അല്ലേ, ഇത് നിയമം നടപ്പാക്കുന്ന ഒരു ജഡ്ജിയുടെ വാക്കുകളാണെന്ന്. അന്നത്തെ സമൂഹം വൈൽഡിനോട് എത്രത്തോളം വെറുപ്പും പുച്ഛവും വെച്ചു പുലർത്തിയിരുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഇത്. അവർ ശിക്ഷിച്ചത് ഒരു കുറ്റവാളിയെ ആയിരുന്നില്ല, അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഒരു പ്രതിഭയായിരുന്നു. ആ വിധിയുടെ പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരുന്നു. വൈൽഡിനെപ്പോലെ കലയിലും സൗന്ദര്യത്തിലുമൊക്കെ ജീവിച്ച ഒരു മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ശിക്ഷയായിരുന്നു അത്. 2 വർഷത്തെ കഠിന തടവ്. വെറും ജയിൽവാസമല്ല, ദിവസവും മണിക്കൂറുകളോളം കല്ല് പൊട്ടിക്കുക, കപ്പലിലെ കയറുകൾ വൃത്തിയാക്കുക, അങ്ങനെ ആത്മാവിനെ കൊല്ലുന്ന തരം ജോലികൾ.
അദ്ദേഹത്തിന്റെ വക്കീല് ആദ്യമേ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ആ ശിക്ഷയെ അതിജീവിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നു വരില്ല എന്ന്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വൈൽഡിന് ഫ്രാൻസിലേക്ക് നാടുകടക്കേണ്ടി വന്നു. കയ്യിൽ പണമില്ലാതെ, കൂടെ സുഹൃത്തുക്കളില്ലാതെ, അപമാനിതനായി അദ്ദേഹം പാരീസിലെ തെരുവുകളിൽ അലഞ്ഞു. ഒരു കാലത്ത് ലണ്ടനിലെ രാജകുമാരനായിരുന്ന ഒരു മനുഷ്യന്റെ ദാരുണമായ അന്ത്യം. എന്നാൽ കഥ ഇവിടെ തീർന്നെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വൈൽഡിന്റെ ശരീരം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ പുനർജന്മം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുകയായിരുന്നു. കാലം മുന്നോട്ടു പോകുന്തോറും വൈൽഡിന്റെ പ്രശസ്തി എങ്ങനെയാണ് കൂടിയതെന്നും അദ്ദേഹത്തെ വിമർശിച്ചവർ എങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയതെന്നും വിശദീകരിക്കാൻ സ്റ്റീഫൻ ഫ്രൈ ഒരു മനോഹരമായ ഉപമ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ പാരലാക്സ് ഇഫക്റ്റ്. ആശയം വളരെ ലളിതമാണ്. നമ്മളൊരു വലിയ കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അതിന്റെ മുന്നിലുള്ള ചെറിയ കെട്ടിടങ്ങൾ കാരണം നമുക്കത് ശരിക്കും കാണാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ദൂരേക്ക് പോകുന്തോറും ആ ചെറിയ കെട്ടിടങ്ങളൊക്കെ ചെറുതായി ഇല്ലാതാവുകയും ആ വലിയ കെട്ടിടം അതിന്റെ മുഴുവൻ പ്രൗഢിയോടെ തെളിഞ്ഞു വരികയും ചെയ്യും. വൈൽഡിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. കാലം മുന്നോട്ടു പോയപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞവരൊക്കെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയി. വൈൽഡ് എന്ന പ്രതിഭ കൂടുതൽ വലുതായി, കൂടുതൽ വ്യക്തമായി കാണപ്പെട്ടു. ഈ എംപയർ സ്റ്റേറ്റ് ഇഫക്റ്റ് നമ്മുടെ കാലത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ മുറികളിൽ ചെ ഗ്യുവേരയുടെയും കാൾ മാർക്സിന്റെയും ഒക്കെ ചിത്രങ്ങളായിരുന്നെങ്കിൽ ഇന്നവിടെ കാണുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനെയും ഓസ്കർ വൈൽഡിനെയുമാണ്. വിപ്ലവം ഇപ്പോൾ രാഷ്ട്രീയത്തിലല്ല, ചിന്തകളിലാണ് നടക്കുന്നത് എന്നതിന്റെ തെളിവാണിത്. ജയിലിലെ ആ ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം എഴുതിയ ഈ വാചകം വൈൽഡ് ഇന്ന് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നു. ആ ഒരു ബൗദ്ധിക സ്വാതന്ത്ര്യം, പുതിയ ആശയങ്ങളെ ഭയക്കാതെ അവയുമായി കളിക്കാനുള്ള കഴിവ്, അതാണ് വൈൽഡ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം. സ്റ്റീഫൻ ഫ്രൈ മുന്നോട്ട് വയ്ക്കുന്ന ആദർശം ഇതാണ്: കലയ്ക്കും സാഹിത്യത്തിനും വേണ്ടി സമൂഹത്തിന്റെ നിയമങ്ങളെയും ചട്ടക്കൂടുകളെയും ഭയക്കാതെ ജീവിക്കുന്നവരുടെ ഒരു സാങ്കല്പിക ലോകം. അതാണ് ബൊഹേമിയ. ആ ലോകത്തിന്റെ രാജാവായിരുന്നു ഓസ്കാർ വൈൽഡ്. എല്ലാ വിദ്യാർത്ഥികളുടെയും, സ്വതന്ത്രമായി ചിന്തിക്കുന്ന എല്ലാവരുടെയും രാജകുമാരൻ. അവസാനം സ്റ്റീഫൻ ഫ്രൈ നമ്മൾ ഓരോരുത്തരോടുമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആ ബൗദ്ധിക സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക്, ആ ബൊഹീമിയയിലേക്ക് ഒരു വിസ കിട്ടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ തിരക്കുകളിൽ എപ്പോഴെങ്കിലും നമ്മളത് നഷ്ടപ്പെടുത്താറുണ്ടോ? നിങ്ങളുടെ വിസ നിങ്ങൾ പുതുക്കുന്നുണ്ടോ? ഓസ്കാർ വൈൽഡിന്റെ ഈ കഥ അവസാനം നമ്മുടെ സ്വന്തം ചിന്തകളെയും ജിജ്ഞാസയും കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ വെല്ലുവിളിയായി മാറുകയാണ്.